അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പൊ വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയപ്പോ ഞാനൊരു റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ. അപ്പൊ 2-3 ദിവസമായി പനി. അപ്പൊ ശബ്ദത്തിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മള് ഭയങ്കര പനി എന്ന് പറഞ്ഞാല് പനിച്ചാ പിന്നെ എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പൊ കഴിഞ്ഞു പോയിട്ട് 2 ദിവസം. ഇപ്പൊ അതൊക്കെ ഓക്കെ ആയിക്കുന്നു. ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, പിന്നെ നല്ലോണം ജലദോഷം ഉണ്ട്, പിന്നെ ഈ കഫം ഇങ്ങനെ കെട്ടി നിന്ന് തലവേദന നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാന് ബീഫ് ആയിട്ട് എങ്ങനെ പഴയ കാലത്ത് ഉമ്മാര് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. വേറെ ഒന്നല്ല, നമ്മള് പഴയ കാലത്തൊന്നും ഉമ്മാര് ഉള്ളിയും തക്കാളി ഒന്നും വാട്ടിയിട്ടല്ല വെക്കുക. അവര് ഒരു മൺകുടുക്ക എടുക്കും, അതിക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് ഈ ബീഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതും പച്ചവെള്ളം ഓരോ ഒഴിക്കുക. നമ്മളിപ്പോ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കറി ഉണ്ടല്ലോ, ആ 3-4 തളാണ്ട് കഴിഞ്ഞിട്ട് ഒരു കറി ഉണ്ട്, ആ കറിന്റെ സ്മെല്ലുണ്ട് വരുമ്പോ ആ ഒരു കറി കുറച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള ചോറ് കൊഴിച്ച് തിന്നുമ്പോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ തിന്നവരൊന്ന് കമന്റ് ചെയ്യാനും. ഞാനൊക്കെ ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മള് ട്യൂഷനിക്ക് പോകുമ്പോ ഒന്നും തിന്നാതെ പോവും, ചായന്റെ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോവുക. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്താണ് ട്യൂഷനും അതേപോലെ സ്കൂളും. അപ്പൊ ഈ ട്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വരും, അല്ല വീട്ടിൽ തന്നെ വന്നിട്ട് അമ്മ അപ്പം എന്തിനോ വെള്ളിയാഴ്ച ആണെങ്കിൽ ഒരുവിധം പണിയൊക്കെ എന്റെ അമ്മാന്റെ 10 മണിയാകുമ്പോൾ കഴിയും. അപ്പൊ ബീഫ് നല്ല തിളക്കണ ഒരു സമയത്താ. ആ സമയത്താണ് ഞാൻ ചെല്ലുക. അപ്പൊ ചോറൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പൊ ആ ചോറും അതേപോലെ ഈ ബീഫ് വെന്തിട്ടുണ്ടാവില്ല, പക്ഷെ ആ തിളച്ചൊരു വെള്ളം ഉണ്ടാവില്ല, അത് ഒഴിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ. സത്യം പറയാൻ എനിക്ക് ഇന്നലെ തിന്ന ഒരു ഓർമ്മയാണ്. അപ്പൊ ആ രീതിയിൽ ഇന്ന് തിന്നാൻ ഒരു പൂതി. വേറെ ഒന്നുമില്ല, പനിച്ചു കഴിഞ്ഞതിന് ശേഷം ബീഫൊക്കെ തിന്നാൻ ഭയങ്കര പൂതിട്ടാ. എന്താ പറയാ, അത് ബീഫിന്റെ ടേസ്റ്റ് ഒക്കെ വരുമോന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങൾക്ക് ഇന്നൊരു പൂതി. അപ്പൊ അത് ഞാൻ ഇന്നൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺകുടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മൺകുടുക്കയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് ഞാനിതാ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പണ്ട് കാലത്ത് മാരൊക്കെ ചെയ്ത റെസിപ്പി കേട്ടോ ഞാൻ കാണിച്ചത്. പണ്ട് കാലത്തൊന്നും ആരും ഉള്ളിയും തക്കാളി ഒന്നും വാട്ടിയിട്ട് ഇല്ല കേട്ടോ. ഞാൻ കണ്ട സ്ഥിതിക്ക് ഞാൻ വാട്ടിയിട്ടില്ല, അതാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഇടുന്നത് കേട്ടോ ബീഫാണ്. ഇതാ 1.5 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് എടുത്തിക്കണ്. പിന്നെ ഇതാ നമ്മളെ ഗരം മസാല കേട്ടോ, അത് ഞാൻ ഇപ്പൊ പൊടിച്ചതാണ്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് പാക്കറ്റ് കിട്ടും. അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ, ബാക്കിനൊക്കെ ചെറിയൊരു പേവ് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. പൊതുവെ ഒന്ന് വെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. ജലദോഷം പിടിക്കുമ്പോ മനസ്സിന് ഭയങ്കര ജലദോഷം വന്നാൽ എനിക്ക് ഇടങ്ങാറല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ഈ ഇതിൽ തന്നെ ഒരു പാക്ക് പൊടിച്ചെടുത്താട്ടോ. അതിലെല്ലതും ഉണ്ട് കേട്ടാ. തക്കോല ഉണ്ട്, എന്തൊക്കെ പേര് കറി, പട്ടന്റെ ഇല, അതേപോലെ കറാമ്പൂ, പിന്നെ അതേപോലെ ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്കായി, അതൊക്കെ ഉള്ള പൊടിച്ചെടുത്താട്ടാ. നല്ല മണം കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ചിലര് പിന്നെ കടയിൽ നിന്ന് വാങ്ങുമല്ലോ നമ്മളെ ഗരം മസാല, അത് ഒരിക്കലും വാങ്ങാതിരിക്കുക. പക്ഷെ തീരെ സ്മെല്ല് ഉണ്ടാവില്ല, ഒരു ചോയ മാത്രം ഉണ്ടാവും, ഒരു സ്മെല്ല് കാര്യമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റും കമ്മിയാട്ടോ. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ കുറച്ച് ബാക്കി വെച്ചിക്കണേ. ഇനി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടെടുക്കണേ. 1 2 3 4 സ്പൂണ് മല്ലിപ്പൊടി, 4.5 സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇടാനുള്ളത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ. അത് 2 സ്പൂൺ ഇട്ടുകണ്. പിന്നെ മുളകും പൊടി ഇട്ടു. അപ്പൊ കുട്ടികളൊക്കെ തിന്നാനുള്ളതുകൊണ്ട് തന്നെ മുളകും പൊടി ഒന്ന് കമ്മിയാക്കിയിട്ടിട്ട് ഇടുന്നത്. നമുക്ക് ഒക്കെ എരിവൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കുട്ടികൾക്ക് അത് എരിവ് ഇഷ്ടപ്പെടൂല. അപ്പൊ 2 സ്പൂൺ ഇട്ടാം, 2.5 സ്പൂൺ ഇട്ടിക്കണ്. ഇനി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുരുമുളക് പൊടി എടുത്തുക്കുന്നത്. കുരുമുളക് പൊടി എന്റെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഞാൻ പാക്ക് വാങ്ങിയതാണ്. അപ്പൊ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഈ എരിവ് ഉണ്ടാകുമ്പോ അത് എത്തുമ്പോ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഇതാ കുറച്ച് ഉലുവ കേട്ടോ. പിന്നെ നമുക്ക് ബീഫ് എത്ര അനുസരിച്ചിട്ട് നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ടെടുക്കാൻ അറിയല്ലോ, പ്രത്യേകിച്ച് പറയാലോ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ എന്താ പറയാ കറിവേപ്പിന്റെ ഇല, മല്ലിച്ചെപ്പ് അരച്ചെടുത്തതാട്ടോ. ഇത് ഞാൻ അങ്ങനെ അരച്ചെടുക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കലാട്ടോ. ഈ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും അരക്കാനുള്ള ടൈം കിട്ടൂല. അപ്പൊ അങ്ങനെ ചെയ്തു വെക്കണേ. പിന്നെ ഇതാ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിന്റെ ഇല കേട്ടോ.
അപ്പൊ അതും കൂടി നമുക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നല്ലോണം കുഴക്കുക. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് അറിയാലോ. ഇനി ഇല്ലെങ്കിലും നമുക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് കമ്മിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. പിന്നെ ഇതാ ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. ഒരു കപ്പ് ഒഴിച്ചു, രണ്ടാമത്തെ കപ്പ് ഒഴിച്ചിട്ടോ. ഇനി ഒന്ന് ഇളക്കി നോക്കട്ടെ, ഇത് പാകം അയക്കണോന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് ഇതാ കാണുന്നുണ്ടോന്ന് അറിയില്ലതാ. അപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ അയക്കണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി. പണ്ട് കാലത്ത് സത്യമര ബീഫ് ചിരി ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ആ വെള്ളക്കറി ആ വെള്ളം ഒഴിക്കാനോ എല്ലാവർക്കും ഇഷ്ടം. വേറെ ഒരു കറിയൊന്നും ഉണ്ടാവൂല. ചിലപ്പോ ബീഫ് ഇല്ലെങ്കിൽ ആ ഇറച്ചി കിടന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് പ്രത്യേക ഒരു രസമാണ്. അപ്പൊ ഇനി ഏതായാലും വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ഉപ്പുണ്ടോന്ന് നമുക്ക് ഇനി ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഉപ്പുണ്ടോന്ന്. അപ്പൊ ഈ രീതിയിൽ എന്താ കണ്ടാ ഇപ്പൊ എല്ലാം റെഡി ആക്കിക്ക, മസാലപ്പൊടിയും എല്ലാം ഇട്ടിക്കണം കേട്ടോ. ഇനി ഇതിലൊന്നും ഇടാത്തില്ല. ഇനി ഇതാ നമ്മളിതാ സാധാ അടുപ്പിലാണ് വെച്ചുണ്ടാക്കുന്നത്. ആ അടുപ്പില് തീ നല്ല കത്തിച്ച് ആ തിളക്കണ ഒരു മണം ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. അപ്പൊ ഇനി ഏതായാലും നമ്മൾക്ക് അടുപ്പക്ക് മാറ്റാം. ഇനി ഏതായാലും അങ്ങോട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പൊ അതാ ഞാന് അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പൊ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ ആയിട്ട് വെച്ചിക്കണേ. അപ്പൊ തീ ഒന്ന് കെട്ടിക്കണേ. അപ്പൊ ഇനി ഏതായാലും നമ്മള് തീ ഒന്ന് കത്തിക്കണേ കേട്ടാ. അപ്പൊ ഇതാ മുത്തുമണികളെ നല്ല ഉണങ്ങിയ വിറകൊക്കെ എടുത്ത് തുറന്നിക്കണ്. കുറച്ച് ഓൾക്കോടും തീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പൊ ഇതാ ഞാനിതാ എന്റെ പരിപാടിയാണ് ഈ ഗ്യാസ് മണ്ണ് കത്തിക്കുക, അടുപ്പിൽ വെക്കുക. ഇങ്ങനെ ചെയ്യണവരൊന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ. എപ്പോഴും ഇങ്ങനെ ചീത്ത അറിയാം എല്ലാരും ഇത് കാണുന്നവരെ. ഗ്യാസ് മണ്ണ് എടുത്ത് കത്തിക്കത്, പക്ഷെ ലൈറ്റർ ഉണ്ട് എന്നാലും ദിമന്നനെ എടുത്ത് കത്തിക്കുക. നമുക്ക് എളുപ്പം അതാണ് കേട്ടോ. അതിന്റെ അടുത്ത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇൻഷാ അള്ളാ അത് ഇന്ന് തന്നെ ഇടണം എന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് ഇനി വെയ്യായി വരുമോന്ന് അറിയില്ല. ഇന്നല്ലെങ്കിൽ ഇൻഷാ അള്ളാ നാളെ ഇടും. അപ്പോ എല്ലാരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളച്ച് 3-4 തളാണ്ട് കഴിഞ്ഞ് ഒരു 5 നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നല്ലോണം തിളച്ചിട്ട് നമ്മൾ ചൂടുള്ള ചോറിക്ക് ആ കറി ഒഴിച്ച് തിന്നുമ്പോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പൊ അത് തിന്നാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പള്ളൊക്കെ കാലിയാക്കി വെച്ചിട്ട് അപ്പൊ തിന്നണം. നമ്മളെ ചോറൊക്കെ ഇവിടെ ഊറ്റി കഴിഞ്ഞേക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പൊ 12 മണിക്ക് കുട്ടികളെ വിളിച്ചു കൊണ്ടുവരും വേണം. അവരവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക. അപ്പൊ ഇനി ഇതിക്ക് ബാക്കിയുള്ള ചകിരിയൊക്കെ വെച്ച് കൊടുക്കട്ടെ. ഈ ഒരു കൊള്ളി വെച്ചാല് ഇങ്ങനെ കിടന്നാവും. പിന്നെ ഞാൻ മോരുകറി ഉണ്ടാക്കിക്കണ്. വെള്ളരിയായിട്ട് മോരുകറി ഉണ്ടാക്കിക്കണ് കേട്ടോ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ മോരുകറി ഒന്നും കൂടി ഉണ്ടാകുമ്പോ ഈ ബീഫ് കറിയും മോരുകറി ആകുമ്പോ പ്രത്യേക ടേസ്റ്റ് അല്ല. നമുക്ക് പെരുന്നാളത്തൊക്കെ ഒരു ഓർമ്മ വരുമല്ലോ. പെരുന്നാളൊക്കെ മോരുകറി, അതേപോലെ കാബേജ് ഉപ്പേരി, കൈപ്പങ്ങ അച്ചാറ്, ബീഫ് ഇതൊക്കെ ഉണ്ടാകുമ്പോ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ വരെ അങ്ങനെ ഇങ്ങനെ തിന്നുമ്പോ നമുക്ക് പെരുന്നാളിന്റെ ഒരു ഓർമ്മ വരും കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കറിയൊക്കെ റെഡി ആക്കിക്കണേ. അപ്പൊ കുട്ടികൾ ചിലപ്പം തിന്നില്ലെങ്കിൽ കറി ഒടിച്ച് നമുക്ക് മുട്ട വറുക്ക് അങ്ങനെ കൊടുത്താലും അവരെ തിന്നും, ചോറ് തിന്നും. അപ്പൊ ഇവിടെ ഇനി ഏതായാലും ഞാൻ കറി തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ മുത്തുമണികളെ അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ബീഫിന്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. കണ്ടാ ഇപ്പൊ നമ്മള് അത്യാവശ്യം വെള്ളം വറ്റിയിട്ട് ഒരു ചെറിയ ലെവലിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നുണ്ടോന്ന് അറിയില്ല, ആവി കണ്ട കുറുകി വന്നിക്കണ്. അപ്പൊ ഈ ഒരു കറിയാണ് നമ്മൾ ഈ ചോറിന്റെ കൂടെ ഒഴിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, വേറെ ലെവലാണ്. ബീഫ് വെന്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇതിന്റെ കറി ഉണ്ടല്ലോ, ഈ കറിയാണ് നമ്മൾ ചൂടുള്ള ചോറിലേക്ക് തിന്നാൻ പോണത് കേട്ടാ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നാവില് വെള്ളം ഊറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഏതായാലും ചോറെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മുത്തുമണികളെ ഇരുന്ന് തിന്നാനുള്ള ഒരു ക്ഷമയില്ലാത്തോണ്ട് നടന്ന് അവിടെ നിന്ന് തന്നെ തിന്നു വരും കേട്ടാ. സംഭവം രസാണ്. എന്നും വിചാരിക്കും ബീഫ് വാങ്ങുമ്പോ അങ്ങനെ ഉണ്ടാക്കുമ്പോ ചൂടുള്ള ചോറും കറി വെച്ചിട്ട് തിന്നാന്ന്. അന്നേരം പിന്നെ പണിയുള്ള തിരക്കും കുട്ടികളതോ അങ്ങനെ ഉണ്ടുമ്പോ അങ്ങ് മറക്കും. പിന്നെ ഉച്ചക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചോറ് തിന്നലാണ്. ചോറ് പിന്നെ കറിയൊക്കെ വെക്കുമ്പോ ഈ രസം കിട്ടൂലല്ലോ. ആ ബീഫിന് തളിച്ചിട്ട് ആ ചോറ് തിന്നുന്ന രസം കിട്ടൂലല്ലോ അപ്പൊ ഉച്ചക്ക് തിന്നുമ്പോ. അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. ശരിക്കും പണ്ട് കാലത്ത് ഉമ്മാരായിക്കോട്ടെ വല്യമാരായിക്കോട്ടെ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്റെ അമ്മ ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരുവിധം ഉമ്മാരും വല്യമാരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പണ്ട് കാലത്തൊന്നും വാട്ടിയിട്ടും ഒന്നും അവരെ ചെയ്യുക. ഈ ഒരു രീതിയിലെല്ലാം കൂടി മൺകുടുക്കയിലിട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണ്ട വേവിക്കണം. അതും ചെറിയ തീയിൽ ഒന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് പിന്നെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ആ ഒരു വറ്റി വരുന്ന ഒരു ബീഫ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാ. അപ്പൊ ഇനി ഏതായാലും ഇത് മുഴുവൻ തിന്നു തീർക്കട്ടെ. അപ്പം നിങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഇനി ഏതായാലും തിന്നട്ടാ. ഇപ്പം ബീഫ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിന്നു നോക്കണം കേട്ടോ, ഭയങ്കര രസമാണ്. ഇങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ബീഫ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ തിന്നിട്ടും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.